ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പൊടിച്ച ശർക്കര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പാക്കറ്റിലേക്ക് മേടിക്കാൻ കിട്ടുന്ന ജാഗ്രി പൗഡറാണ്. ഒപ്പം നമുക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളുപ്പും ഒരു 4 ഏലക്കയുടെ കുരു മാത്രം ഇട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് 1 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്കൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ ഓൾറെഡി നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് പുരട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രം നമ്മൾ ഓൾറെഡി ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് സ്റ്റീൽ പാത്രം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 25-30 മിനിറ്റിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇപ്പോൾ ചൂടാറാനൊന്നും ഞാൻ സമയം കൊടുത്തില്ലായിരുന്നു. അതിന് മുമ്പേ ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങി. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി കൂടിയാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.